ഇപ്പൊ നിനക്ക് കാര്യം മനസ്സിലായില്ലേ? നിന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വന്നതാ ഞാൻ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ പിടിച്ചിറക്കി വിടാൻ. മാഡം, കോടതി ഉത്തരവ് നടപ്പാക്കാൻ സഹകരിക്കണം. ഈ നിമിഷം നിന്റേതായ എല്ലാം കെട്ടിപ്പെറുക്കി എടുത്തോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. ഇനി ഇതൊന്നും നിന്റേതല്ല. ഈ മുറ്റത്തുള്ള ഒരു പുൽക്കൊടിയിൽ പോലും തൊടാൻ ഇനി നിനക്ക് അവകാശമില്ല. നിങ്ങൾ വീട് പൂട്ടി താക്കോൽ ഇവരുടെ കയ്യിൽ കൊടുക്കണം. ഞങ്ങൾക്ക് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. ഈ കോടതിയുടെ മുകളിൽ വേറെയും കോടതി ഉണ്ടല്ലോ. ഞാൻ അപ്പീൽ കൊടുക്കാൻ പോവാ. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ അത് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രം. അങ്ങനെയല്ലേ സർ? അതെ. ഈ നിമിഷം നിങ്ങൾ ഇവർക്ക് വീട് ഒഴിഞ്ഞു കൊടുക്കണം. ഈ വീട് മാത്രമല്ല, നെല്ലിശ്ശേരി സേതുമാധവനെ ചതിച്ച് നീ നേടിയതെല്ലാം എന്റെ കാൽ ചുവട്ടിൽ വെച്ചിട്ട് വേണം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ. അവന്തികയോട് പ്രതികാരം തീർക്കാൻ വന്നാണോ നീ? ഇതേ കാലത്തിന്റെ കാവ്യനീതിയാ. അർച്ചന നിനക്ക് തരുന്ന തിരിച്ചടി. നീ എന്താ കരുതിയേ? ഇത്രയും കാലം അർച്ചന വെറുതെ ഇരിക്കായിരുന്നോ? നെല്ലിശ്ശേരി വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകുമ്പോ നിന്നോട് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒരിക്കൽ ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ ഞാൻ തിരിച്ചു വരൂന്ന്. ഈ താക്കോല് ഞാൻ നിനക്ക് എന്നേക്കുമായിട്ട് തരുന്നതല്ല, തൽക്കാലത്തേക്ക് സൂക്ഷിക്കാൻ വേണ്ടി മാത്രം. ഇതുപോലൊരു ദിവസം ഞങ്ങൾക്കും വരും. അന്നിവിടുന്ന് പടിയിറങ്ങാൻ പോകുന്നത് നീയായിരിക്കും. അച്ഛൻ്റെ കണ്ണീന്ന് വീണ കണ്ണീരുണ്ടല്ലോ, നാളെ അത് അഗ്നിയായിട്ട് നിന്നെ ചുട്ടിരിക്കും. ഇന്ന് അർച്ചന ദീപാവലി ആഘോഷിക്കുന്ന ദിവസം, തിന്മയുടെ മേൽ നന്മ വിജയം നേടിയ ദിവസം. നിന്റെ എല്ലാ അഹങ്കാരവും ഇന്ന് ഇവിടെ വെച്ച് ഞാൻ തീർക്കാൻ പോവാ. ഇനി നിന്റെ പടിയിറക്കം. ഇതുവരെ നീ വെച്ചനുഭവിച്ച എല്ലാ സൗഭാഗ്യങ്ങളും ഇവിടെ ഉപേക്ഷിച്ചിട്ട് വെറും കൈയോടെ നിനക്ക് ഇറങ്ങിപ്പോവാം. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അർച്ചനയുടെ പടിയേറ്റോ. അതിന്റെ തുടക്കം ദാ ഇങ്ങനെയാ. വാടിങ്ങോട്ട് വിട്. പോയിക്കോ. ഇനി നിന്റെ ജീവിതം തെരുവിലാ. നിന്റേതെന്ന് നീ അഹങ്കരിച്ചതെല്ലാം ഞങ്ങളുടേതായി കഴിഞ്ഞു. അതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു. ഇനി തെരുവിലാ നിന്റെ സ്ഥാനം. പോയിക്കോ. ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ തരും. മൂർത്തി വന്നേ.